അമൃത് ഭാരത് ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കോൺഗ്രസ് നൽകിയ സ്വീകരണത്തിന് യു മുഹമ്മദും ബിജെപി നൽകിയ സ്വീകരണത്തിന് പാലമുറ്റത്ത് വിജയകുമാറും നേതൃത്വം നൽകി. അമൃത് ഭാരത് ട്രെയിനുകൾക്കാണ് കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ സ്വീകരണം നൽകിയത്. കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിന് UDF നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദ് നേതൃത്വം നൽകി. കൗൺസിലർമാരും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. കായംകുളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിനമാണ്. കായംകുളം റെയിൽവേ ജംഗ്ഷൻ രൂപീകൃതമായിട്ട് 30 വർഷം പിന്നിടുകയാണ്. മലയോര തീരദേശ നിവാസികളെയും കായംകുളം അസംബ്ലി മണ്ഡലത്തിലെയും 10,000-കണക്കിന് യാത്രക്കാർക്ക് പ്രതിദിനം യാത്ര ചെയ്യുന്ന കേരളത്തിലെ 4 ജില്ലകളിലെ യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റേഷനാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ. കേന്ദ്ര ഗവൺമെൻറ് പുതുതായി ആരംഭിച്ച 4 അമൃത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ന് കേരളത്തിൽ തുടക്കം കുറിക്കുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് 4 സംസ്ഥാനങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള 3 ട്രെയിനുകളും ഒരു ലോക്കൽ ട്രെയിൻ ഉൾപ്പെടെ 4 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഇന്ന് കേരളത്തിൽ കമ്മീഷൻ ചെയ്യുന്നത്. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവരുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബിജെപിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിന് ബിജെപി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ്, ബിജു മഠത്തിൽ, ബിജു ആമ്പക്കാട്ട്, വിപിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി, ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അല്പസമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത 4 ട്രെയിനുകളിൽ 2 ട്രെയിനുകൾ അല്പസമയത്തിനുള്ളിൽ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയാണ്. ഈ 2 ട്രെയിനുകൾക്കും കായംകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. ഈ ആദ്യ സർവീസ് എന്ന നിലയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം വരുന്ന ആദ്യ സർവീസ് എന്ന നിലയിൽ ഈ ട്രെയിനുകൾക്ക് ഗംഭീര സ്വീകരണം പൗരജനങ്ങളുടെയും അതേപോലെ തന്നെ ബിജെപിയുടെയും നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണ പരിപാടികൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണ പാവപ്പെട്ട യാത്രക്കാർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച സൗകര്യത്തോടു കൂടിയുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ ലോകോത്തര നിലവാരമുള്ള കോച്ചുകൾ ഘടിപ്പിച്ച ട്രെയിനുകളാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ലോക്കോ പൈലറ്റുമാരെ ഷാളണിയിച്ചും ട്രെയിനിന് പുഷ്പവൃഷ്ടി നടത്തിയും മധുരം വിതരണം ചെയ്തുമാണ് പുതിയ ട്രെയിനുകളെ വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.